ഏത് പ്രതിസന്ധിയിൽ നിന്നും നാം കരകയറണമെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയാൽ പറ്റില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കണം, ദൈവ ശബ്ദം കേൾക്കണം. അവിടെ മാത്രമേ നമുക്ക് വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. വിശ്വാസം വർദ്ധിച്ചാൽ മാത്രമേ എല്ലാ കുഴികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂത് ഇതാണ്: സാഹചര്യങ്ങളെ നോക്കണ്ട, ദൈവത്തെ നോക്കുക. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ, വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവരും ദൈവത്തെ അതിര് കടന്ന് വിശ്വസിച്ചവരും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു, അത്ഭുതങ്ങൾ കണ്ടു. ഇന്ന് കർത്താവ് നൽകിയ ആലോചന, കാലേബ് പറഞ്ഞ ഒരു വാക്ക്, ദൈവം അദ്ദേഹത്തിന് കൊടുത്തൊരു വിശ്വാസം, അതിനൊരു ഗിഫ്റ്റ് ദൈവം കൊടുത്തു. അദ്ദേഹം എന്ത് വിശ്വസിച്ചു പറഞ്ഞോ അത് ചെയ്തെടുക്കുവാനുള്ള ദൈവികമായ വലിയ അത്ഭുതകരമായ ബലം ദൈവം അവർക്ക് നൽകി. യോശുവയുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യോശുവ കനാൻ ദേശം ഇസ്രായേൽ ജനത്തിലെ 12 ഗോത്രങ്ങൾക്ക് വിഭാഗിച്ച് നൽകുന്ന സമയത്ത് യോശുവയുടെ കൂടെ നിന്നിരുന്ന, യോശുവയുടെ കൂടെ എല്ലാ കാര്യത്തിലും വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്നിരുന്ന കാലേബ് വന്ന് യോശുവയോട് പറയുകയാണ്, ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരളിച്ചതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ഹെബ്രോൻ മല എന്ന് പറയുന്ന സ്ഥലം, കിര്യത്ത് അർബ എന്ന് പറയുന്ന അനാക്യരുടെ പ്രധാന പട്ടണവും കേന്ദ്രവുമായിരിക്കുന്ന ആ സ്ഥലം കാലേബ് ചോദിക്കുകയാണ്, എനിക്ക് ആ സ്ഥലം തരിക, ആ ഹെബ്രോൻ മല എനിക്ക് തരിക, ഞാൻ അതിനെ പിടിച്ചടക്കാം. 40 വർഷം മുമ്പ് ഈ യോശുവയും കാലേബും കൂടെയാണ് അവരോടുകൂടെ 10 ഗോത്രപിതാക്കന്മാരുടെ അല്ലെങ്കിൽ ഗോത്രത്തിൽ നിന്നുള്ള മൂപ്പന്മാരോട് ചേർന്നാണ് കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയത്, കാദേശ് ബർന്നയിൽ നിന്ന്. അത് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലുണ്ട്. അവർ ചെന്ന് കണ്ട ആ കനാൻ ദേശത്തിലെ വിശേഷങ്ങളാണ് പറഞ്ഞത്. അനാക്യരുടെ കേന്ദ്രമായ ഹെബ്രോനിൽ ചെന്നപ്പോൾ വലിയ അധികായന്മാരായ മനുഷ്യരെ കണ്ടു. അവരുടെ മുമ്പിൽ അവർ ഈ സാധാരണക്കാരായ വെട്ടുക്കളികളെ പോലെ അവർക്ക് തോന്നി, ഈ യഹൂദന്മാരായ ആളുകൾക്ക്. അവരോട് കൂടെ യാത്ര ചെയ്ത 10 നേതാക്കന്മാർ തിരിച്ചു വന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സ് തകർക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞു, നമുക്കൊരിക്കലും ഇത് കിട്ടാൻ പോവുകയില്ല, അവർ നമ്മളെ കൊന്നുകളയും, ആ ദേശം നമുക്ക് കൈവശമാക്കാൻ പറ്റുകയില്ല, നമ്മൾ മരുഭൂമിയിൽ പെട്ടുപോകും, നമുക്കൊരിക്കലും ജയിക്കാൻ പറ്റുകയില്ല. എന്നാൽ അവിടെ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് 13-ാം അധ്യായത്തിന് 30-ാം വാക്യം. 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യഹോവ നമ്മിൽ പ്രസാദിച്ചാൽ അവർ നമുക്ക് ഇരയായിത്തീരും. അനാക്യര് മല്ലന്മാർ എത്ര വലിയവരാണെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ അവരെ കീഴടക്കും, ആ ദേശം നമുക്ക് ദൈവം അവകാശമായി തരും. ഹല്ലേലൂയ. അപ്പോൾ കാലേബിൻ്റെ വലിയൊരു വിശ്വാസം. ഒടുവിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഒരു 40 വർഷം കഴിഞ്ഞപ്പോൾ കനാൻ ദേശത്ത് അവർ പ്രവേശിക്കുകയും ദേശം കൈവശമാക്കുകയും ചെയ്തു. എന്നാൽ ഈ അനാക്യരിരുന്ന സ്ഥലം ആരും പിടിച്ചടക്കിയില്ല, യോശുവ അത് ആർക്കും കൊടുത്തുമില്ല. ഒടുവിൽ കാലേബ് വന്ന് പറയുക, നമ്മൾ അന്ന് കടന്നു പോയപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തി, നമ്മളെ ഭയപ്പെടുത്തിയ നമ്മുടെ സഹോദരന്മാർ ആരെ കണ്ടിട്ടാണോ അവിശ്വാസം സംസാരിച്ചത്, ആ മല്ലന്മാർ ഇപ്പോഴും ഇരിക്കുന്നു, ആ ദേശം ഇപ്പോഴും പിടിച്ചടക്കപ്പെട്ടിട്ടില്ല, എനിക്ക് തരിക. അന്ന് ഞാൻ നോട്ടമിട്ട സ്ഥലമാണ്, അന്ന് നമ്മുടെ സഹോദരന്മാരെ പരാജയപ്പെടുത്തിയ, ഭീഷണിപ്പെടുത്തിയ സംഭവമാണ്, അതെൻ്റെ കയ്യിൽ തരിക, ഞാൻ അവരെ ഓടിച്ചു കളയും. ഹല്ലേലൂയ. യോശുവ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഒടുവിൽ യോശുവ ആ ഹെബ്രോൻ മല കാലേബിന് കൊടുത്തു. 85 വയസ്സുള്ള ആ മനുഷ്യൻ, വയോധികനായ മനുഷ്യൻ, എനിക്ക് ആ മല തരിക, ഞാനതിനെ കീഴടക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കീഴടക്കാനുള്ള ശക്തിയും ബലവും ആരോഗ്യവും കാലേബിന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന് പ്രായം വിഷയമല്ല. അവൻ ശത്രുവിനെ ഓടിക്കുവാൻ പ്രായം വിഷയമല്ല. വിശ്വാസമുണ്ടെങ്കിൽ ദൈവം ആരോഗ്യം നൽകും. വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് നടത്തിയെടുക്കുവാൻ ദൈവം നമുക്ക് പ്രാപ്തി തരും, മനക്കരുത്ത് തരും, ധൈര്യം തരും. ഹല്ലേലൂയ. ഒടുവിൽ കാലേബ് അനാക്യരെ തോൽപ്പിച്ചു, ആ ഹെബ്രോൻ മല പിടിച്ചെടുത്തു. തൻ്റെ മക്കൾക്ക് ദൈവം ഈ കാലേബ് അവകാശമാക്കി കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പറയാം സഹോദരങ്ങളെ, നിങ്ങളെ ഇന്ന് ഭീതിപ്പെടുത്തുന്ന
പല മേഖലകളും നിങ്ങൾക്ക് അവകാശമായി വരേണ്ടത്, നിങ്ങൾക്ക് നന്മയായി ലഭിക്കേണ്ടത് പലരും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെട്ടോ ആ മേഖലയിൽ കാൽവെക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആകുലപ്പെട്ടു നിൽക്കുന്ന വിഷയമാണെങ്കിൽ കർത്താവ് പറയുന്നു, ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകുകയില്ല. നിങ്ങൾ വിശ്വസിച്ചോ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. നിങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, അതെനിക്ക് തരണം, ദൈവം എനിക്ക് തരും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനത് പ്രാപിക്കും. ദാവീദൊക്കെ അത്ര അസാധാരണ വിശ്വാസമുള്ളവനായിരുന്നു. നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ഹല്ലേലൂയ. യുദ്ധം ചെയ്ത അഭ്യാസമൊന്നുമുള്ള ആളൊന്നും അല്ല ദാവീദ്, പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിൽ ചെല്ലുമ്പോൾ ദൈവം കൈവിടത്തില്ലെന്നറിയാം. ഹല്ലേലൂയ. ഗോലിയാത്തിന് നേരെ ചെന്ന കാര്യം പറഞ്ഞു. സങ്കീർത്തനത്തിൽ 18-ാം സങ്കീർത്തനത്തിൽ 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മതി, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അപ്പം ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കാമെങ്കിൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരും. അത് മാത്രമല്ല, വൻ കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. അബ്രഹാമിനെയാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം അബ്രഹാമിനെ നമുക്ക് ഒഴിവാക്കി പറയാൻ പറ്റുകയില്ല. വിശ്വാസികളുടെ പിതാവായി മാറിയത് വിശ്വാസം പ്രഖ്യാപിച്ച മനുഷ്യനായതുകൊണ്ടും വിശ്വാസത്താൽ കാര്യങ്ങൾ നേടിയതുകൊണ്ടുമാണ്. റോമലേഖനത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം 4-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-20 വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. സാഹചര്യങ്ങളെ നോക്കിയില്ല. വിശ്വാസമുള്ളവന് സാഹചര്യം വിഷയമല്ല. 100 വയസ്സ് അവൻ്റെ വിഷയമല്ല. ശരീരം നിർജീവമായപ്പോൾ അത് വിഷയമാക്കുന്നില്ല. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അറിയാമെങ്കിലും അതും കാര്യമാക്കുന്നില്ല. ഞാൻ പറയാം സഹോദരങ്ങളെ, സാഹചര്യങ്ങളെ നോക്കിയാൽ, ചുറ്റുപാടുകളെ നോക്കിയാൽ വിശ്വാസം വരത്തില്ല. ദൈവം പറഞ്ഞ വാക്കിനെ നോക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക, ദൈവത്തിങ്കിലേക്ക് നോക്കുക. ദൈവം ശക്തനാണല്ലോ, ദൈവം കഴിവുള്ളവനാണല്ലോ, ദൈവം പ്രാപ്തിയുള്ളവനാണല്ലോ, ദൈവം സാധ്യമാക്കുന്നവനാണല്ലോ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ മല പോലെ നിൽക്കുന്ന, പർവ്വതീകരിച്ച് നിൽക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് വിശ്വസിച്ചോ. നിങ്ങളുടെ മുമ്പിലായിരിക്കും വലുത്, പക്ഷെ ദൈവത്തിനൊന്നുമല്ല. ദൈവത്തിന് മുമ്പിൽ അതൊരു വിഷയമല്ല. നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ ആ മല മാറിപ്പോകുന്ന യേശു പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ആമേൻ. മാറിപ്പോകും. ആമേൻ. ഒന്നും അസാധ്യമായി തീരുകയില്ല. ദൈവത്തിന് വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. സംശയങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അവിടെ അബ്രഹാം വിശ്വസിക്കുകയാണ്. വിശ്വസിച്ച്, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വസിച്ച് ശക്തിപ്പെട്ട്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ സ്തോത്രം വർദ്ധിപ്പിക്കണം, നന്ദി പറയണം. എപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഭാരത്തിൻ്റെയും നിരാശയുടെയും വാക്കുകളല്ല കർത്താവിൻ്റെ അടുക്കൽ അറിയിക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാനത് പ്രാപിക്കും. പൗലോസ് അപ്പോസ്തലൻ ആ കാര്യത്തിൽ വളരെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് സകലതും കഴിയും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കാതെയാണ് ഇയ്യോബ് ദൈവസന്നിധിയിൽ വിശ്വസിച്ചത്. സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെട്ടു പോകുവാൻ 100 കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിലേക്ക് മാത്രം അദ്ദേഹം നോക്കി. ദൈവം, എൻ്റെ വിഷയം ദൈവമാണ്, ഞാൻ ദൈവത്തെ കാണും, ദൈവത്തിൽ നന്മ പ്രാപിച്ചു, തിന്മയും പ്രാപിച്ചോട്ടെ, കുഴപ്പമില്ല, ദൈവത്തിനെല്ലാം മഹത്വം. 42-ാം അധ്യായത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുകയാണ്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ദൈവത്തിന് സകലതും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങളുടെ നഷ്ടമായി പോയ സംവത്സരങ്ങളാകട്ടെ, നഷ്ടമായ ആരോഗ്യമാകട്ടെ, നഷ്ടമാക്കിയ തലമുറയുടെ നന്മകളാകട്ടെ, നഷ്ടമായി പോയ ബന്ധങ്ങളാകട്ടെ, ആമേൻ, തിരികെ തരുവാൻ, ഇരട്ടിയായി തരുവാൻ, നന്മയാക്കി തരുവാൻ, സമൃദ്ധിയായി തരുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുക. ദൈവം അതിന് ശക്തിയുള്ളവനാ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കുക. അവൻ ചെയ്യും, അവൻ തുറക്കും, അവൻ അത്ഭുതം ചെയ്യും. നാം കണ്ണുകൊണ്ട് കാണുന്നത്, മാനസികമായ ബുദ്ധി കൊണ്ട് കാണുന്നത് മാത്രം നമ്മൾ ചിന്തിക്കുന്നവരാ. പക്ഷേ ബൈബിൾ വായിക്കൂ, വചനം പറയുന്നത് വിശ്വസിക്കൂ, ദൈവം സാധ്യമാക്കി തരും.
നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ വചനം വായിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തേക്കുള്ള ബോധ്യങ്ങളെ ദൈവം തരും. അവിടെ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാ. കാലേബ് പറഞ്ഞതുപോലെ ഞാൻ അവരെ ഓടിക്കും എന്ന് പറഞ്ഞപ്പോൾ ദൈവം ബലം കൊടുത്തു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-ാം വാക്യം. 31-ാം വാക്യത്തിൽ ഇരിക്കുന്നു, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവം നിങ്ങൾക്ക് പുതിയ ബലം തരും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാനും കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടമായ ആരോഗ്യവും പ്രാപ്തിയും കഴിവും ഒക്കെ ദൈവം മടക്കിത്തരാനും ദൈവം ശക്തനാണ്. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലുത് പ്രതീക്ഷിക്ക്, ചെയ്യുവാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്ക്. സാഹചര്യങ്ങളെ നോക്കണ്ട, കർത്താവ് കാര്യങ്ങളെ സാധ്യമാക്കി തരും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, അവരുടെ എല്ലാ അസാധ്യതകളുടെ നടുവിലും എൻ്റെ ദൈവം സാധിപ്പിക്കുവാൻ അവൻ ശക്തനായിരിക്കാൻ നന്ദി, സർവശക്തനായിരിക്കാൻ നന്ദി. ഈ മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ സർവശക്തിയുള്ള അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അസാധ്യതകൾ മാറിപ്പോകട്ടെ. സകലതും സാധ്യമാക്കുന്ന ശക്തിയുള്ള കരം, അവിടുത്തെ ശക്തിയുള്ള കരം കർത്താവ് ഈ മക്കളുടെ വിഷയങ്ങളുടെ മേൽ തൊടട്ടെ, വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്തിൻ്റെ വിടുതൽ വെളിപ്പെട്ടു വരട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. എൻ്റെ ദൈവം സകലതും സാധ്യമാക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് മക്കൾക്കൂടെ ഇടപെടുന്നതിനായി, ഇറങ്ങി വരുന്നതിനായി, പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കുക. സാഹചര്യങ്ങളൊന്നും നോക്കണ്ട, വലിയത് തന്നെ കർത്താവിനെ പ്രതീക്ഷിക്കുക. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.